നമസ്കാരം. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ സീസണിൽ രണ്ടാം തവണയും തകർത്തെറിഞ്ഞ രാജസ്ഥാൻ റോയൽസ് IPL പ്ലേ ഓഫിന് തൊട്ടരികിൽ എത്തി നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ സഞ്ജു സാംസനെ വാനോളം പുകഴ്ത്തുകയാണ് ആരാധകർ. ഹോം ഗ്രൗണ്ടിൽ നടന്ന പോരാട്ടത്തിൽ ഹർദിക് പാണ്ഡ്യയുടെ മുംബൈക്കെതിരെ 9 വിക്കറ്റിന്റെ ഏകപക്ഷീയമായ വിജയമാണ് റോയൽസ് ആഘോഷിച്ചിരിക്കുന്നത്. ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ മികച്ച സെഞ്ചുറി തന്നെയാണ് റോയൽസിന്റെ ജയം അനായാസമാക്കിയത്. സീസണിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും ഇല്ലാതെ മോശം ഫോമിലൂടെ കടന്നു പോവുകയായിരുന്ന ജയ്സ്വാൾ ഇത്തവണ സെഞ്ചുറിയോടെ ഇതിന് പകരം വീട്ടിയിരിക്കുകയാണ്. ഒരുപാട് പഴികൾ കേട്ടു ജയ്സ്വാൾ ഇത്തവണ ടീമിൽ നിലനിർത്തുന്നത് എന്തിന്, ഫോം ഔട്ടായിട്ടും എന്തുകൊണ്ട് പുറത്താക്കി മറ്റൊരു പ്ലെയറിനെ കൊണ്ടുവരുന്നില്ല എന്നുള്ള തരത്തിലുള്ള വാദങ്ങളെല്ലാം ഒരു പക്ഷത്ത് ഒരുപാടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം യശസ്വിക്ക് കൂട്ടായി കരുത്തായി ഉണ്ടായിരുന്നത് സഞ്ജു സാംസൺ ആയിരുന്നു. 60 പന്തിൽ 9 ഫോറും 7 സിക്സും അടക്കം പുറത്താകാതെ 104 റൺസാണ് യശസ്വി അടിച്ചെടുത്തത്. ജയ്സ്വാളിന്റെ IPL കരിയറിലെ രണ്ടാമത്തെ സെഞ്ചുറിയും കൂടിയാണ് ഇത്. കഴിഞ്ഞ സീസണിൽ മുംബൈക്കെതിരെ തന്നെയാണ് താരം കന്നി സെഞ്ചുറിയും കണ്ടെത്തിയത്. ഇത്തവണ ജയ്സ്വാളിനെ സെഞ്ചുറി തികയ്ക്കാൻ സഹായിച്ചത് സഞ്ജുവിന്റെ മികച്ച പിന്തുണ തന്നെയാണെന്ന് കാണാൻ സാധിക്കും. ഒരുപക്ഷെ സഞ്ജു എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ യശസ്വിക്ക് ഈ ഒരു സെഞ്ചുറി പോലും തികയ്ക്കാൻ സാധിക്കില്ലായിരുന്നു. ഒരു ഓവർ മുൻപ് തന്നെ സഞ്ജുവിന് സുഖമായി കളി അവസാനിപ്പിക്കാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ സിംഗിൾ എടുത്ത സ്ട്രൈക്കർ റൊട്ടേറ്റ് ചെയ്ത ജയ്സ്വാളിന് കൃത്യമായി ബാറ്റിങ്ങിന് അവസരങ്ങൾ നൽകി സെഞ്ചുറി തികയ്ക്കാനുള്ള അവസരവും സഞ്ജു ഒരുക്കി കൊടുക്കുകയായിരുന്നു. ജസ്പ്രീത് ബുംറ ഇറങ്ങിയ 17ാമത്തെ ഓവറിൽ സഞ്ജു 2 ഫോറുകൾ അടിച്ചിരുന്നു. 10 റൺസാണ് ഈ ഓവറിൽ റോയൽസിന് ലഭിച്ചത്. അവസാനത്തെ 3 ഓവറിൽ റോയൽസിന് ജയിക്കാൻ വേണ്ടത് വെറും 10 റൺസ് മാത്രം. ജയ്സ്വാളിന് സെഞ്ചുറിക്ക് വേണ്ടത് 4 റൺസും. സഞ്ജു മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഒരു ഫോറും ഒരു സിക്സും പറത്തി അടുത്ത ഓവറിൽ തന്നെ കളി അനായാസം ജയിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ സഞ്ജു അതിന് തുനിങ്ങില്ല. പകരം മോശം ഫോമിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജയ്സ്വാളിനെ സെഞ്ചുറിയിലെത്തിച്ച ആത്മവിശ്വാസം തിരിച്ചു പിടിക്കാൻ സഹായിക്കുകയാണ് ചെയ്തത്. ഇവിടെ സഞ്ജു ഒരിക്കൽ പോലും അഗ്രസീവ് ബാറ്റിംഗ് പുറത്തെടുത്തില്ല. സഞ്ജു ബാറ്റ് ചെയ്യുമ്പോൾ തന്നെയും അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്നത് മറുപക്ഷത്ത് നിൽക്കുന്ന യശസ്വി ജയ്സ്വാളിനെയാണ്. നുവാൻ തുഷാരെ ഇറങ്ങിയ 18ാമത്തെ ഓവറിൽ 3 ബോളുകളാണ് സഞ്ജു നേരിട്ടത്. താരം നേടിയത് 2 സിംഗിളുകൾ മാത്രം. ശേഷിച്ച 3 പന്തുകളും ജയ്സ്വാളിന് അദ്ദേഹം നൽകുകയും ചെയ്തു. ഇവയിൽ ഓരോ സിംഗിളുകൾ വീതമാണ് ജയ്സ്വാൾ നേടിയത്. ഓവർ കഴിഞ്ഞപ്പോൾ റോയൽസിന് ജയിക്കാൻ വേണ്ടത് 5 റൺസ്. ജയ്സ്വാളിന് സെഞ്ചുറിയിലേക്ക് എത്താൻ ആവശ്യം 1 റൺസ് മാത്രം. തിലക് വർമ്മ ഇറങ്ങിയ 19ാമത്തെ ഓവറിലെ ആദ്യ പന്തിൽ സിംഗിൾ നേടി ജയ്സ്വാൾ തന്റെ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ സഞ്ജുവും വളരെ സന്തോഷവാനായാണ് കാണപ്പെട്ടത്. ജയ്സ്വാളിന് സെഞ്ചുറി തികയ്ക്കാനുള്ള അവസരമൊരുക്കി നൽകുക മാത്രമല്ല, വിജയ റൺ കുറിക്കാനുള്ള അവസരവും സഞ്ജു തന്നെ സമ്മാനിക്കുകയായിരുന്നു. കാരണം ഈ കളിയിൽ റോയൽസിന്റെ വിജയ റൺ നേടാൻ മറ്റാരേക്കാളും അർഹത യശസ്വിക്കുണ്ടെന്ന് സഞ്ജുവിന് നന്നായി അറിയാമായിരുന്നു. എന്തായാലും 2ാമത്തെ പന്തിൽ ഡബിളും 3ാമത്തെ പന്തിൽ സിംഗിളും എടുത്ത സഞ്ജു ടീം സ്കോർ തുല്യമാക്കുകയായിരുന്നു. ജയിക്കാൻ ആവശ്യം ഒരേ ഒരു റൺസ് മാത്രം. ഓവറിലെ 4ാമത്തെ പന്തിൽ ബൗണ്ടറിയിലൂടെ ജയ്സ്വാൾ ടീമിന്റെ വിജയം പൂർത്തിയാക്കുകയും ചെയ്തു. 38 റൺസുമായി ക്രീസിന്റെ മറുവശത്ത് വളരെ സന്തോഷവാനായി തന്നെ സഞ്ജു നിൽക്കുന്നതും കാണാമായിരുന്നു. 28 പന്തുകൾ നേരിട്ട അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ 2 വീതം 6ഉം 4ഉം ഉണ്ടായിരുന്നു. എന്തായാലും സഞ്ജു ഇപ്പോൾ പോയിന്റ് ടേബിളിൽ, അതായത് ബാറ്റ്സ്മാൻമാരുടെ പട്ടികയിൽ 4ാമതെത്തിയിട്ടുണ്ട്. KL രാഹുലിനെ മറികടന്നാണ് സഞ്ജുവിൻ്റെ ഒരു മുന്നേറ്റം. എന്തായാലും സഞ്ജുവിന് വളരെ ഓരോ റണ്ണും നിർണായകമായ മത്സരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മറുപക്ഷത്തു നിന്ന് യശസ്വി ജയ്സ്വാളിനെ പരിഗണിച്ചത് ശ്രദ്ധേയം തന്നെയാണ്.